അടിവാട് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ചുവെന്ന കലാസാഹിത്യ സാംസ്കാരിക ഉത്സവം സമാപിച്ചു. പൊതുസമ്മേളനം, പുരസ്കാര വിതരണം തുടങ്ങി ഒട്ടേറെ പരിപാടികളോടെയാണ് സമാപന സമ്മേളനം നടന്നത്. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സിനിമ ടെലിവിഷൻ താരം ബിനു അടിമാലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അടിവാട് T&M ഓഡിറ്റോറിയത്തിൽ 3 ദിവസമായി നടന്നുവന്ന കലാ സാഹിത്യ സാംസ്കാരികോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ടൗൺ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ സിനിമ കാണുന്ന രീതി ഉണ്ടായി. എന്നാലൊരു സിനിമ കണ്ടേക്കാം എന്നുള്ള ഒരു ചിന്ത. പക്ഷേ ഇന്നതിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. മലയാളികൾക്കെന്നല്ല, ലോകത്തിലെ എല്ലാ ആളുകൾക്കും സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് കുറവുകൾ മറ്റു പല മേഖലകളിൽ സംഭവിക്കുകയും അതിൻ്റെ ഒരു ന്യൂനത ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നുള്ള ആ ഒരു വസ്തുത നമ്മുടെ എല്ലാവരുടെയും അനുഭവമായി ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസം. സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും ദുരുപയോഗവും സംബന്ധിച്ച് വ്യക്തമായ ബോധവൽക്കരണം ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വായനശാല പ്രസിഡന്റ് KA യൂസുഫ് പല്ലാരിമംഗലം യോഗത്തിൽ അധ്യക്ഷനായി. സിനിമ ടെലിവിഷൻ താരം ബിനു അടിമാലി വിശിഷ്ട അതിഥിയായി. റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ K. വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ, KL44 സർഗവേദി പ്രസിഡന്റ് അഷ്റഫ് ബാവ, ലൈബ്രറി സെക്രട്ടറി സിറാജ് പഴയെടുത്ത്, ജോയിന്റ് സെക്രട്ടറി AMA റഷീദ്, ട്രഷറർ മധു VG എന്നിവർ സംസാരിച്ചു. ബഷീർ സാഹിത്യ ചർച്ച, സാംസ്കാരിക സമ്മേളനം, പുരസ്കാര സമർപ്പണം, ഗാനമേള എന്നിവയാണ് നടന്നത്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ സിനിമാ സംവിധായകൻ ജയൻ ആനിക്കാട്, ബാലതാരം മാസ്റ്റർ നിരഞ്ജൻ കൃഷ്ണ, സ്റ്റാർ ബീറ്റ്സ് മൂവാറ്റുപുഴ ഡയറക്ടർ TA കൃഷ്ണൻകുട്ടി, ഡോക്ടർ അനാർക്കലി ഉണ്ണി, കവി അക്ബർ, നോവലിസ്റ്റും ക്രിയ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററുമായ സിജു പുന്നേക്കാട്ട്, നോവലിസ്റ്റ് ഷെരീഫ് കാവലാട്, നാടക നടൻ അജീഷ് തായിക്കാട്ട്, കവികളായ നിഷ രാജു, ഉഷ ബേബി, ജ്വാലാമുഖി എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി ചടങ്ങിൽ അനുമോദിച്ചു. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അനുമോദിച്ചു. MBITS എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ ശാസ്ത്ര പ്രദർശനം, മൺകല, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും, വ്യാപാരമേള, വിദ്യാർത്ഥികൾക്ക് അനുമോദനം, വിവിധ മേഖലകളിലുള്ളവർക്ക് ആദരം, ബഷീർ അനുസ്മരണ പ്രഭാഷണങ്ങൾ, പൊതുസമ്മേളനം, പുസ്തക പ്രകാശനം, വികസന സദസ്സ്, ഇശൽ നൈറ്റ്, അഹല്യ കണ്ണാശുപത്രിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സൗജന്യ നേത്ര പരിശോധന, തൈറോയ്ഡ് പരിശോധന തുടങ്ങി ഒട്ടനവധി പരിപാടികളോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.